വേണ്ടി തന്നെ നമ്മുടെ ഈ വിജയത്തിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ചെറുതും വലുതുമായിട്ടുള്ള ഒരു പങ്കുണ്ട്. അതുകൊണ്ട് can we congratulate ourselves with a big round of applause? നമുക്ക് വേണ്ടി തന്നെ നല്ലൊരു കയ്യടിയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. നമുക്കറിയാം, ഈ ഒരു സിനിമ ആദ്യ ഭാഗം ഭരതനാട്യം റിലീസ് ചെയ്തപ്പോൾ അതിലൊരു വലിയ വിജയമായി മാറിയത് OTT-യിലായിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയും അതുപോലെ കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തു. പിന്നീട് നമുക്കറിയാം, സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിടെയും സരസ്വതിയമ്മയും രുക്മിണിയമ്മയും അതുപോലെ ഭരത് നായരും ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം, ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു തുടർച്ചയായിട്ടാണ് മോഹിനിയാട്ടം റിലീസ് ചെയ്യുന്നത്. പക്ഷെ മോഹിനിയാട്ടം റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിലും OTT-യിലും ഒരുപോലെ വൻ വിജയമായി മാറി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റിന്റെയും ബാനറിൽ കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ വിജയത്തിന്റെ സന്തോഷം പങ്കിടാനും ഈ സിനിമയെ നെഞ്ചിലേറ്റിയ ഓരോ പ്രേക്ഷകനോടും നന്ദി പറയാനും അതുപോലെ തന്നെ ഈ ഒരു ടീമിനെ അനുമോദിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു സന്തോഷത്തിന്റെ ദിവസത്തിലേക്ക് സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു സ്വാഗതത്തിലൂടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കളിമണ്ണ് മുതൽ പൂക്കാലം, ഭരതനാട്യം തുടങ്ങി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച തോമസ് തിരുവല്ല ഫിലിംസിന്റെ 9ാമത്തെ ചിത്രമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ ഏറ്റവും നല്ല കൈയടിയോടുകൂടി ചിത്രത്തിന്റെ നിർമ്മാതാവായ ശ്രീ തോമസ് മാത്യു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നല്ല കൈയടി വേണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് 30 ഭരതനാട്യം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയും അതുപോലെ തന്നെ സൈജു കുറുപ്പും നമ്മുടെ സായി ചേട്ടനും ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കിയപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിജയം തിയേറ്ററുകളിൽ നിന്നുണ്ടായില്ല. വളരെ ദുഃഖത്തോടുകൂടി തിയേറ്ററിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ഒരു പറ്റം കലാകാരന്മാരെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയുമാണ് 2024 ഓഗസ്റ്റ് 30 കണ്ടത്. ആ സങ്കടത്തോടുകൂടി നിൽക്കുമ്പം ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ച്, ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട്, ചെറിയ സിനിമയാണ്, നമ്മുടെ മലയാളി പ്രേക്ഷകർ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ 27 ദിവസം കഴിഞ്ഞപ്പോൾ ആമസോണിൽ പേപ്പർ വ്യൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആ സിനിമ റിലീസ് ചെയ്തു. എന്നാൽ നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കപ്പുറമായി ഓരോ ഭവനങ്ങളിലും ഭരതനാട്യം 1, 2, 3 തവണ തിയേറ്ററിൽ കളിക്കുന്നത് പോലെ ഓടാൻ തുടങ്ങി. വളരെയേറെ അപ്രിസിയേഷൻ ലഭിക്കുകയുണ്ടായി. ആ ഒരു സന്തോഷവും ഊർജവും വീണ്ടെടുത്ത് ഞങ്ങൾ തീരുമാനിച്ചു, നമുക്കിതെന്തുകൊണ്ട് നമ്മളുടെ ഈ തോൽവിയിൽ നിന്നും ഒരിക്കൽ കൂടി തിയേറ്ററിൽ ഒരു വിജയം കണ്ടെത്തിക്കൂടാ എന്നൊരു ചിന്ത ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായി. ഇത് ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയോട് പങ്കുവെച്ചപ്പോൾ ദാസൻ പറഞ്ഞത്, ഒന്നാമത് നമ്മൾ മാനസികമായിട്ട് തകർന്നു നിൽക്കുക, വീണ്ടും ഒരു തകർച്ചയൂടെ നേരിടണോ എന്ന് ചോദിച്ചു. എന്നാൽ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം എഴുതി തുടങ്ങി. ആ എഴുത്ത് നവംബർ 8, 2025 തലശ്ശേരിയിൽ ക്ലാപ്പടിച്ച് മോഹിനിയാട്ടം തുടങ്ങി. അങ്ങനെ ഭരതനാട്യം 2 മോഹിനിയാട്ടം ഒരു വലിയ യാത്ര തുടങ്ങി. ആ യാത്ര ഏപ്രിൽ 10 കേരളത്തിലെ തിയേറ്ററുകളിൽ 2026 ഏപ്രിൽ 10 വിഷുവിന് തിയേറ്ററുകളിൽ തുടങ്ങി. അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷമായിരുന്നു. ഇപ്പോൾ സായി ചേട്ടൻ കടന്നു വന്നപ്പോൾ പറയുമായിരുന്നു, ഞാൻ അഭിനയിക്കാതെ ഇതിൽ നായകനായി അഭിനയിച്ചു എന്നാണ് സായി ചേട്ടൻ പറയുന്നത്. ആ ഒരു സ്ഥിതിയിലാണ് മോഹിനിയാട്ടം ഓരോ ഭവനങ്ങളിലും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെയൊക്കെ ഇന്നിവിടെ സ്വാഗതം ചെയ്യുന്നത്. നല്ല സിനിമകൾ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൈജു കുറുപ്പ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ 20 വർഷം പൂർത്തിയാക്കുമ്പോൾ
150ാമത്തെ സിനിമയായിട്ടാണ് മോഹിനിയാട്ടം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ സിനിമ ഓരോ തിയേറ്ററുകളിലും ഞങ്ങൾ പോകുമ്പോൾ ഹൗസ്ഫുള്ളായി അവിടെ നിന്ന് പ്രേക്ഷകർ കൈയടിച്ച് ചിരിച്ച് ഉല്ലസിച്ചിറങ്ങി പോകുമ്പോൾ തികച്ചും മലയാള സിനിമയ്ക്ക് സന്തോഷിക്കാം. കാരണം ഇന്നൊരു പ്രേക്ഷകൻ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ അവർ ഒരു 100 രൂപ 200 രൂപ മാത്രമല്ല മുടക്കേണ്ടത്. ഒരു കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് അന്ന് 2 കുട്ടികളും അച്ഛനും അമ്മയും വരുമ്പോൾ 1000 രൂപയോളം ചിലവാണ് തിയേറ്ററിൽ വരുമ്പോൾ. അവർക്ക് അതിനുള്ള ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മലയാള സിനിമയിൽ കേരളത്തിലെ നേതൃത്വ നിരയിലുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ചേംബറിൻ്റെ പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ കേരള ഫിലിം അസോസിയേഷൻ്റെ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ ആളുകളുമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിൻ്റെ പേരിൽ, ഈ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഇതിലെ ആർട്ടിസ്റ്റുകളാണ്, ഇതിൽ അഭിനയിച്ചവർ. സായി ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സായി ചേട്ടനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇപ്പം ഞാൻ പറഞ്ഞ ചേച്ചിയെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 2 പേരും കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം സായി ചേട്ടന് ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം നേരുന്നു. അതോടൊപ്പം ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും, ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും കുടുംബം ഒന്നടങ്കം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനിയും ഇവിടെ എത്തിയിരിക്കുന്ന മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തരായ ഡയറക്ടേഴ്സുണ്ട്. അവരെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ മോഹിനിയാട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്ന കലാകാരനാണ് സന്തോഷ് ചേട്ടൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സന്തോഷ് ചേട്ടൻ എത്ര നന്ദി പറഞ്ഞാലും ആ സമയം തീരത്തില്ല. കാരണം ഓരോ തിയേറ്ററുകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് സന്തോഷ് ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് തിയേറ്റർ വിസിറ്റിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച സന്തോഷ് ചേട്ടൻ, നമുക്കൊക്കെ അറിയാം, സന്തോഷ് ചേട്ടൻ ഒരപകടത്തിലാണ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത്. സന്തോഷ് ചേട്ടൻ്റെ മകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മോളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഭ്യോദയകാംക്ഷികൾ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരുമാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മീഡിയ പ്രവർത്തകർ, ഈ സിനിമയുടെ വിജയത്തിനായി അവർ ആദ്യാന്തം ഞങ്ങളോടൊപ്പം സഹകരിച്ചു. എല്ലാ മീഡിയ പ്രവർത്തകരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോള് ഞങ്ങൾക്ക് നൽകിയ ഇതിൻ്റെ ഈ ചാവറ ഭാരവാഹികളുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്, അനിലച്ഛനെയൊക്കെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഒറ്റ വാക്കിൽ എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആദ്യമായ സ്വാഗതത്തിന് നന്ദി. നമ്മൾക്കറിയാം, ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആരുടെ പേരായിരുന്നു? എല്ലാവരും എന്തിനും ഏതിനും വിളിക്കുന്ന പേര് ശശിയേട്ടൻ. എക്സാക്ട്ലി. ചിത്രത്തിലെ പ്രധാന താരവും ഒപ്പം സിനിമയുടെ നിർമ്മാതാവും കൂടിയായ none other than സൈജു കുറുപ്പിനെ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. മോഹിനിയാട്ടത്തിലെ പ്രിയപ്പെട്ട ശശിധരൻ നായർ AKA ശശിയേട്ടനെ നല്ലൊരു കൈ എടുക്കാം. സാധാരണ ഇങ്ങനത്തെ ഒരു സമയത്ത് കാര്യങ്ങൾ പറയാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം ഇന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പടം റിലീസായപ്പോൾ ഞാൻ ദുഃഖം വീണ്ടും പറഞ്ഞു തുടങ്ങുമല്ല, അത് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ദുഃഖം മറികടന്ന് നമ്മൾ സംസാരിക്കുമല്ലോ, അത് എക്സൈറ്റ്മെൻ്റ് അല്ല. പക്ഷെ നമ്മൾ മറികടന്ന് സംസാരിക്കുമ്പോഴത്തേക്കും വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളം ആയാലും ഹിന്ദി ആയാലും, ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇംഗ്ലീഷും നല്ല ഫ്ലുവൻ്റായിട്ട് വരും.
പക്ഷെ ഇന്ന് ഈ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിയത് കാരണം ചില വാക്കുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ ക്ഷമിക്കണം, ഒരുപാട് സമയം ഞാൻ എടുക്കില്ല. ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ. ഭരതനാട്യത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മോഹിനിയാട്ടം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററാക്കി തന്ന കേരളത്തിലെ ഓഡിയൻസ്, അവരോടും നന്ദി. ഓവർസീസ് കണ്ട അവരോടും നന്ദി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മലയാളികളും മലയാളികളല്ലാത്ത ആൾക്കാരും ഒക്കെ സിനിമ കണ്ടു. അവർക്കും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാണ്. സോ വെരി ഹാപ്പി. ഞാൻ ആക്ച്വലി ജീവിതത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത പല സിനിമകളുടെയും ഹിറ്റായതിനു ശേഷം ഇങ്ങനത്തെ ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. ബ്രിഡ് ഷൈൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ആട് 2 ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്. എൻ്റെ ഓരോ സിനിമ വരുമ്പോഴും ആ പടം ഒരു വലിയ വിജയമാവുമെന്ന് വെറുതെയെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും സംഭവിക്കാണ്ട് പോയി. പക്ഷേ മോഹിനിയാട്ടത്തിൽ അത് സംഭവിച്ചു. ഇതൊരു സ്വപ്നം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന് ഞാനവിടെ നിൽക്കുമ്പോൾ. ദൈവം ഇതെനിക്ക് തന്നല്ലോ. 21 years, 21 വർഷത്തെ കാത്തിരിപ്പാണ്. എന്താകും എൻ്റെ കരിയറിന് എനിക്കും അറിയില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അറിയില്ല, എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല, എൻ്റെ അച്ഛനും അറിയില്ല, എൻ്റെ ഇൻലോസിനും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചത് സിനിമകൾ കിട്ടുമെന്ന് മാത്രമല്ല, എൻ്റെ അഭിനയവും ദൈവം നന്നാക്കി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് എവിടെയോ മലയാളം ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കാരണം എനിക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ സിനിമകൾ കിട്ടി തുടങ്ങി. ക്യാമറയുടെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് എനിക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സൈജു കുറുപ്പാകാൻ പറ്റി. ഇന്നിപ്പം എൻ്റെ ഫാമിലിയിലെല്ലാവരും ഹാപ്പിയാണ്. അവരും വലിയ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ ആസ് എ ടീം എല്ലാവരും തിയേറ്ററിൽ മോഹിനിയാട്ടത്തിൻ്റെ ഷോസ് നടക്കുമ്പോൾ പോയപ്പം എല്ലാവരും നമ്മുടെ ടീമിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ദിവ്യയും ശ്രുതിയൊക്കെ എന്നോട് ചോദിക്കും, ചേട്ടാ എന്താണ് ഉള്ളു തുറന്ന് സന്തോഷിക്കാത്തതെന്ന്. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് ഇല്ല, നാളെ ഞാൻ ശരിയാക്കാം, നാളെ നമ്മൾ പോകുന്ന തിയേറ്ററിൽ ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാം. പക്ഷേ ഞാനത് കാണിച്ചിട്ടില്ല, ഇന്ന് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ ഞാൻ തുള്ളിച്ചാടുവാണ്. സോ എനിവേസ്, താങ്ക്സ് എ ലോട്ട് ഫോർ എവറിത്തിങ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. നമുക്കപ്പം ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. ചിത്രമൊരുക്കിയ ചിത്രത്തിന്റെ സംവിധായകൻ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് ശ്രീ കൃഷ്ണദാസ് മുരളി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ഡയറക്ടർ ശ്രീ കൃഷ്ണദാസ് മുരളി ഓൺ സ്റ്റേജ്. മോഹിനിയാട്ടത്തിന്റെ വിജയാഘോഷത്തിനാണ് വന്നത്. പക്ഷെ സംവിധായകനെ വിളിച്ചപ്പോ കയ്യടി പോരാടാ, നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യത്തിനൊരു സക്സസ് പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തളരാതിരിക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരെ വിളിക്കാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു. നമ്മളങ്ങനെ തോറ്റിട്ടൊന്നുമില്ല എന്ന് തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലൊരു ഒറിജിനൽ സക്സസ് പാർട്ടി വരുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോമസ് ഏട്ടനും സൈജേട്ടനും തന്നെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം ചെയ്തു, അത് തിയേറ്ററിൽ അങ്ങനെയായി, അത് വിട്ടു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് കരുതിയിരുന്ന സമയത്താണ് തോമസ് ഏട്ടനും സൈജേട്ടനും പറഞ്ഞത് നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിന് വേണം, അത് എങ്ങനെയൊക്കെയോ തട്ടുകടലേത് OTT രക്ഷപ്പെട്ടു പോയി, ഇനി അതിൻ്റെ മേലെ വീണ്ടും പണിത് ചീത്തപ്പേര് പഠിക്കാൻ നിൽക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടിയുണ്ടായിരുന്നത്. എൻ്റെയും കോറേറ്ററായിട്ട് ഇതിൽ വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു പ്രദീപ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ
അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്. വേണ്ട, നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആൾ വരും എന്ന് തോമസ് സാറിൻ്റെ ഐഡിയ ആയിരുന്നു. സൈജുവേട്ടനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞ തഗ് ഡയലോഗുകളാണെങ്കിലും റെഫറൻസുകളാണെങ്കിലൊക്കെ പേടിപ്പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ളതുകൊണ്ട് പേടിപ്പുറത്ത് എഴുതി കൂട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പടം തിയേറ്ററിൽ പാളി സെക്കൻഡ് പാർട്ട് ഇറക്കി ഹിറ്റടിച്ച ഒരാൾ ഉണ്ട്. യെസ്, ഒരു അദ്ദേഹത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് പിന്നെ ത്രൂ ഔട്ട് ചെയ്ത് അടിക്കുന്നു കൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. വലിയ സന്തോഷം. ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതിനൊരു രണ്ടാമതൊരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതും ആ സിനിമയ്ക്ക് ഇതുപോലൊരു പാർട്ടി വച്ചതുമൊക്കെ സൈജോട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് വലിയ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം അടുത്ത സിനിമകളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ അതൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ സന്തോഷം. ഇനി എന്തായാലും വേറെയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച് കൃഷ്ണ സർ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഈ സന്തോഷത്തിന്റെ ഈ ഒരു സായനത്തിലും നമുക്ക് ഒരല്പം നൊമ്പരം പകരുന്ന ഒരു ഓർമ്മയുണ്ട്. നമുക്കറിയാം, ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം രഘുനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ശ്രീ സന്തോഷ് കെ നായർ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവരെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, അവരെ ആദരിക്കുകയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി തോമസ് സാറിനെയും സൈജു കുറുപ്പ് ചേട്ടനെയും അതുപോലെ തന്നെ കൃഷ്ണ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷ് ചേട്ടന്റെ കുടുംബാംഗങ്ങളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ടുപോയ ഭരതനാട്യം മോഹിനിയാട്ടം കുടുംബാംഗമായ മലയാള സിനിമയിൽ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സന്തോഷ് ചേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പറ്റുന്നവർ ഒന്ന് എഴുന്നേറ്റ് നൽകുക. ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നാൽ ഇന്ന് നമുക്കൊപ്പം ഇവിടെ ഇല്ലാതെ പോയ നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ ഫാമിലിയാണ് നമ്മൾ ആദരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു.